രാജ്യത്തെ 13 സംസ്ഥാനങ്ങളിൽ ഗവർണർമാർക്ക് മാറ്റം. 7ഇടങ്ങളിൽ ഗവർണർമാരെ മാറ്റി, 6ഇടങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ചു. മഹാരാഷ്ട്ര, ലഡാക്ക് ഗവർണർമാരുടെ രാജി രാഷ്ട്രപതി സ്വീകരിച്ചു. ആന്റണി ജസ് ജോർജാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ആന്റണി, എങ്ങനെയൊക്കെയാണ് മാറ്റം, പുതിയ നിയമനങ്ങൾ? ഫിറോസ്, രാജ്യത്ത് 13 സംസ്ഥാനങ്ങളിലായാണ് മാറ്റം വന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ഈ മഹാരാഷ്ട്ര ഗവർണർ ഭഗത് സിംഗ് കോഷിയാരിയുടെ രാജി രാഷ്ട്രപതി അംഗീകരിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി മഹാരാഷ്ട്രയിൽ വലിയ രീതിയിൽ BJP-യിൽ നിന്ന് തന്നെ വലിയ രീതിയിൽ പ്രതിഷേധമൊക്കെ ഈ ഭഗത് സിംഗ് കോഷിയാരിക്കെതിരെ ഉണ്ടായിരുന്നു. ഈ അവിടുത്തെ ഛത്രപതി ശിവജിയെ അധിക്ഷേപിച്ച അദ്ദേഹത്തിന്റെ പ്രസ്താവനകളൊക്കെ വലിയ രീതിയിൽ വിവാദമായിരുന്നു. തുടർന്ന് വലിയ രീതിയിൽ പ്രതിഷേധമൊക്കെ ഉയർന്ന സാഹചര്യത്തിൽ ഈ ഭഗത് സിംഗ് കോഷിയാരി രാജി നൽകിയിരുന്നു. ഇപ്പോൾ ആ രാജി അംഗീകരിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ ഭഗത് സിംഗ് കോഷിയാരിക്ക് പകരം അവിടെ രമേശ് ബൈസ് പുതിയ ഗവർണറാകും. അതുപോലെ തന്നെ ലഡാക്ക് ഗവർണർ രാധാകൃഷ്ണൻ മാഥൂറും രാജി നൽകിയിരുന്നു. ആ രാജിയും ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട്. നിലവിൽ മാറിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ലഫ്റ്റനന്റ് ജനറൽ കൈവല്യ ത്രിവിക്രം പർനായിക് അരുണാചൽ പ്രദേശിന്റെ ഗവർണറാകും. അരുണാചൽ പ്രദേശ് ഗവർണർ ബ്രിഗേഡിയർ BD മിശ്രയെ ലഡാക്കിന്റെ ലഫ്റ്റനന്റ് ഗവർണറാക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലക്ഷ്മൺ പ്രസാദ് ആചാര്യയാണ് സിക്കിമിന്റെ പുതിയ ഗവർണർ. ഗുലാം ചന്ദ് കട്ടാരി അസം, ശിവപ്രതാപ് ശുക്ല ഹിമാചൽ പ്രദേശ്. ആന്ധ്രാപ്രദേശ് ഗവർണറായി ആന്ധ്രയുടെ ഗവർണറായിരുന്ന വിശ്വഭൂഷൺ ഹരിചന്ദ്രനെ ഛത്തീസ്ഗഡിലേക്ക് മാറ്റി. പകരം അവിടെ സുപ്രീം കോടതി റിട്ടയർഡ് ജസ്റ്റിസ് S. അബ്ദുൾ നസീറാണ് ആന്ധ്രയുടെ പുതിയ ഗവർണറാകുക. ഈ അബ്ദുൾ നസീറിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അയോധ്യ കേസിൽ വിധി പറഞ്ഞ ബെഞ്ചിലെ അംഗം കൂടിയായിരുന്നു ജസ്റ്റിസ് അബ്ദുൾ നസീർ എന്ന് പറയുന്ന അദ്ദേഹം. ഈ മുത്തലാഖ് വിഷയത്തിൽ ഉൾപ്പെടെ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ച ഒരാൾ കൂടി എന്നൊരു പ്രത്യേകത കൂടി ഈ ജസ്റ്റിസ് അബ്ദുൾ നസീറിനുണ്ട്. അദ്ദേഹത്തിനെയാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശിന്റെ ഗവർണറായി നിയമിച്ചിരിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ ഛത്തീസ്ഗഡ് ഗവർണറായിരുന്ന അനസൂയ ഉയിഖയെ മണിപ്പൂരിലേക്ക് മാറ്റിയിട്ടുണ്ട്. മണിപ്പൂർ ഗവർണർ ലാ ഗണേശനെ നാഗാലാൻഡിലേക്ക് നിയമിച്ചു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ ബീഹാർ ഗവർണർ ഫാഗു ചൗഹാനെ മേഘാലയയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഹിമാചൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് ബീഹാറിലേക്ക് വരുന്ന പുതിയ ഗവർണർ. ഇത്തരത്തിൽ 13 സംസ്ഥാനങ്ങളിലാണ് ഗവർണർമാരെ മാറ്റിയിട്ടുള്ളത്. അതിൽ 2ഇടത്ത് പുതിയ ഗവർണർമാർ വരുന്നു എന്നുള്ളതാണ്. 2 മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ലഡാക്കിന്റെ ലഫ്റ്റനന്റ് ഗവർണർ സ്ഥാനത്തേക്കും പുതിയ ആളുകൾ വരുന്നു. മഹാരാഷ്ട്രയിൽ ഈ ഭഗത് സിംഗ് കോഷിയാരി രാജി സമർപ്പിച്ച സാഹചര്യത്തിലാണ് രമേശ് ബൈസ് ഗവർണറായി വരുന്നത്. ലഡാക്കിലും പുതിയ ലഫ്റ്റനന്റ് ഗവർണർ വരുന്നു. അവിടെ നിലവിലുണ്ടായിരുന്ന ലഫ്റ്റനന്റ് ഗവർണർ രാജി വെച്ച ഒഴിവിലാണ്. ഇപ്പോൾ അവിടേക്കും മാറ്റം വരുന്നു. ഇത്തരത്തിൽ 13 സംസ്ഥാനങ്ങളിലാണ് നിലവിൽ മാറ്റം വന്നിരിക്കുന്നത്. ഫിറോസ്, അതെ, 13 സംസ്ഥാനങ്ങളിൽ ഗവർണർമാർക്ക് മാറ്റം വന്നിരിക്കുന്നു എന്ന വാർത്ത ആന്റണി ജസ് ജോർജാണ് റിപ്പോർട്ട് ചെയ്യുന്നത്.